എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റൊട്ടേഷൻ ചാർട്ട് എന്താണ്, അതുപോലെ തന്നെ ഇതിൽ വേക്കൻസി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, മെയിൻ ലിസ്റ്റിൽ റിസർവേഷൻ്റെ ആൾക്കാരില്ലെങ്കിൽ അതിൻ്റേതായ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും ആൾക്കാരെ എടുക്കുമോ, പിന്നെ അതുപോലെ തന്നെ വേക്കൻസീസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, NJD വേക്കൻസി എന്താണ്, ഫ്രഷ് വേക്കൻസി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു LGS അല്ലാത്ത ഒരു പോസ്റ്റിൻ്റെ റൊട്ടേഷൻ ചാർട്ടാണ്. 100 പേരുടെ ഒരു റൊട്ടേഷൻ ചാർട്ടാണ് വരുന്നത്. അപ്പോൾ LGSകാരുടെ റൊട്ടേഷൻ ചാർട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് ഇന്ന് ഒരു എക്സാമ്പിൾ, അതായത് അഡ്വൈസ് പോകുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം അതിൽ ഇത്ര വേക്കൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് വരും എന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അഡ്വൈസ് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് അഡ്വൈസ് പോകുന്ന സമയത്ത് വേക്കൻസീസ് വരും. അപ്പോൾ അതിൽ 20-ൽ കൂടുതലാണെങ്കിൽ അവിടെ ആദ്യത്തെ 20 വേക്കൻസി ഒരു സെക്ഷനായിട്ടും ബാക്കി വരുന്നത് ഓരോ 20 സെറ്റായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു 5 വേക്കൻസി അല്ലെങ്കിൽ 10 വേക്കൻസി ആണെങ്കിൽ അത്രയും വേക്കൻസിക്ക് ഒരുമിച്ചാണ് ഒരു സെക്ഷനായിട്ടാണ് അഡ്വൈസ് പോകുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ NJD എന്ന് പറയുന്നത്, ആദ്യം നമ്മളിപ്പോൾ ഒരു 10 പേർക്ക് അഡ്വൈസ് പോയി നോക്കാം. അതിൽ ചിലർ ഇതിൽ ജോബിലേക്ക് കയറുന്നുണ്ടാവില്ല, നോൺ ജോയിനിങ് ഡ്യൂട്ടി ആയിരിക്കും. അതാണ് എന്തായിട്ട് വരുന്നത്, NJD വേക്കൻസി ആയിട്ട് വരുന്നത്. അപ്പോൾ NJD ഏതാണോ റിസർവേഷൻ ആണെങ്കിൽ ഏത് റിസർവേഷനാണോ അതിന് മാത്രമേ പോവുകയുള്ളൂ. അത് OC അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷന് പോവില്ല. പിന്നെ വരുന്നത്, പിന്നെ അത് കഴിഞ്ഞ് ജോലിയിൽ ജോയിൻ ചെയ്ത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് അവർ ജോലി റിലീവ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രഷ് വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. അത് റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് അഡ്വൈസ് പോകുന്നത്. പിന്നെ എത്ര വേക്കൻസിയാണ് വരുന്നത്, അത് പകുതി OC ആണ്. OC എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷനാണ്. ബാക്കി പകുതിയാണ് നമുക്ക് ഈ ഒരു റിസർവേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് പോകുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിളിന് ഒരു റാങ്ക് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇത് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റാണ്. ഇതിൽ 79 പേരാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ലിസ്റ്റ് പ്രകാരം എങ്ങനെയാണ് റൊട്ടേഷൻ ചാർട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൽ ഞാൻ 3 തരത്തിലാണ് കൊടുത്തുള്ളത്. വേക്കൻസീസ് 14 വേക്കൻസി എക്സാമ്പിളായിട്ട് എടുക്കുന്നതാണ്. 14 വേക്കൻസി, പിന്നെ അത് കഴിഞ്ഞ ശേഷം 3 NJD വന്നിട്ടുണ്ട്, അതിനുശേഷം 3 ഫ്രഷ് വേക്കൻസീസ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. വേക്കൻസീസ് ആദ്യത്തെ 14 വേക്കൻസിക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു LGSനല്ലാത്ത പോസ്റ്റുകളുടെ ആ ഒരു ഇതിൽ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 14 വേക്കൻസിയിൽ 7 OC ആണ്, ഓപ്പൺ കോമ്പറ്റീഷനാണ്. പിന്നെ 9ാമത്തെ ടേൺ EWS ആണ്. അത് EWS ആണെങ്കിലും ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ 7 വേക്കൻസിയിലേക്ക് ആദ്യം OCൻ്റെയാണ് റാങ്ക് നോക്കുക. അപ്പോൾ ഇതിൽ OC 1ാമത്തെ സീരിയൽ നമ്പർ OC ആണ്, അത് റാങ്ക് 1. പിന്നെ 3ാമത്തെ സീരിയൽ നമ്പർ 2, 5 3ാമത്തെ റാങ്ക് വന്നു. പിന്നെ 7ാമത്തത് 4ാമത്തെ റാങ്ക് വന്നു. പിന്നെ 9ാമത്തത് EWS ആണ്, അത് ലാസ്റ്റാണ് എഴുതുക. അതായത് ഈ OC മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് EWSൻ്റെ ടേൺ എഴുതുന്നത്. 11, 5, പിന്നെ 13, 6. അതിനുശേഷം 6ാമത്തെയാണ് OC പോയിട്ടുള്ളത്. 6ാമത്തെ ടേൺ വരെയാണ് OC പോയിട്ടുള്ളത്. അപ്പോൾ ഇനി EWS, ഈ ഒരു ലിസ്റ്റ് പ്രകാരം EWSൻ്റെ റാങ്ക് എത്രയാണെന്നുള്ളത് നോക്കാം. EWS ഇവിടെ നോക്കാം. നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ EWS 9ാമത്തെ റാങ്കാണ്. അപ്പോൾ ഇവിടെ EWS ഫില്ല് ചെയ്യുന്നത് 9ാമത്തെ റാങ്ക് ആയിരിക്കും. അതാദ്യം ഫില്ല് ചെയ്തു. ഓക്കെ, പിന്നെ വരുന്നത് റിസർവേഷനാണ്. 2ാമത്തത് ഈഴവ, തീയ, ബില്ലവ. 6ാമത്തെ റാങ്ക് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ 6ാമത്തെ റാങ്ക് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് വരുന്നത് 7ാമത്തെ തന്നെ ഇഴവയാണ്. അപ്പോൾ അവിടെ ഇഴവ 7ാമത്തെ റാങ്ക് വന്നു. 7ാമത്തെ റാങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് 4ാമത്തെ SC ആണ്. SC ഇതിൽ ആദ്യം വരുന്ന റാങ്ക് ഏതാന്ന് നോക്കാം. 7ാമത്തത് SC എന്ന് പറയുന്നത് 18ാമത്തെ റാങ്കാണ്. അപ്പോൾ അത് 18 എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, 18ാമത്തത് എഴുതിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം 42ാമത്തെ റാങ്കാണ് വരുന്നത്. ഇത് ഞാൻ മൊത്തം കാണിക്കുന്നില്ല, അതുപോലെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ LCAI, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മെയിൻ ലിസ്റ്റിൽ ആരുമില്ല.
ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ LCA റിസർവേഷൻകാർ ആരും ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഈ ഒരു ഇതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഫസ്റ്റ് ആൾക്കാണ് ആദ്യം അഡ്വൈസ് പോവുക. ഓക്കെ, ആ ഇതിൽ അഡ്വൈസ് പോവുക. പിന്നെ OBC 17ാമത്തെ റാങ്ക്, പിന്നെ SC 62, 14 ഇഴവ ബിലവ തീയ അത് 8ാമത്തെ റാങ്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, 14 വേക്കൻസിയും ഫില്ലായി. കുറച്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസത്തിന് ശേഷം NJD റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ NJD 3 വേക്കൻസി വന്നിട്ടുള്ളത് ഇഴവ തീയ ബില്ലവ 1, മുസ്ലിം 1, SC 1. അപ്പോൾ ഇതിൽ ഇഴവ തീയ ബില്ലവ 8ാമത്തെ റാങ്കാണ് ആദ്യം പോയിട്ടുള്ളത്. അപ്പോൾ ഇനി 8ാമത്തെ റാങ്കിന് ശേഷം വരുന്ന ഇഴവ തീയ ബില്ലവ ഏതാന്ന് നോക്കാം. 8ാമത്തെ റാങ്കിന് ശേഷം വന്നിട്ടുള്ള ഇഴവ 11ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ 11ാമത്തെ റാങ്കുള്ള ആൾക്ക് അടുത്തത് അഡ്വൈസ് പോകും. പിന്നെ മുസ്ലിം എത്രാമത്തെ റാങ്കാണ് പോയിട്ടുള്ളത്? 42ആണ് പോയിട്ടുള്ളത്. 42ാമത്തേത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുസ്ലിം 42ന് ശേഷം നോക്കാം. 42ന് ശേഷം പിന്നെ പോയിട്ടുള്ളത് 48ആണ്. 48ാമത്തെ ആളാണ്. അപ്പോൾ അവിടെ എന്തായി? 48ാമത്തെ ആൾ വന്നിട്ടുണ്ട്. പിന്നെ SC ഇവിടെ 62ആണ് ലാസ്റ്റ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ റാങ്ക് ലിസ്റ്റിൽ 62ന് ശേഷം ആരാണ് SC വരുന്നതെന്നുള്ളത് നോക്കാം. 78ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 78ാമത്തെ റാങ്കുള്ള ആൾക്ക് പോയി. പിന്നെ 3 വേക്കൻസി ഫ്രഷ് വേക്കൻസിയാണ്. അപ്പം നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയിട്ടുള്ള ആ ഒരു ഇത് പ്രകാരമാണ് വരുന്നത്. സീരിയൽ നമ്പർ ഇവിടെ 14ആണ്. 15ാമത്തെ ടേൺ OC ആണ്. പിന്നെ 16ാമത്തത് മുസ്ലിമും 17ാമത്തെ OC ആണ്. അപ്പോൾ OC എത്ര വരെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാമത്താണ്. പിന്നെ 7ഉം 8ഉം 9ഉം പോയിട്ടുണ്ട്. പിന്നെ വരുന്നത് 10ാമത്തെ റാങ്കാണ്. എന്തുകൊണ്ടാണ് 10ാമത്തെ റാങ്ക് വന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇവിടെ OC പോയിട്ടുള്ളത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ ആണ്. പിന്നെ 7ാമത്തെ ആൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. 8ാമത്തെയും 9ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് 10ാമത്തതാണ്. പിന്നെ മുസ്ലിം ഇവിടെ ലാസ്റ്റ് പോയിട്ടുള്ളത് 48ആണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് 51ആണ്. പിന്നെ OC 11 ഇവിടെ ഓൾറെഡി പോയിട്ടുണ്ട്. 11ാമത്തെ റാങ്കുള്ള ആൾക്ക് ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് തന്നെ 12ാമത്തെ ആൾ OC ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അഡ്വൈസ് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.